അടിപൊളി. പാർവതി ഒക്കെ നന്നായി. വിക്രം അടിപൊളിയാണ്. ഞാൻ പറയാം, നാഷണൽ അവാർഡ് ഉറപ്പായിട്ട് കിട്ടിയിരിക്കും വിക്രത്തിന്. അത് പൗഡർ കുട്ടപ്പന്മാരായിട്ടുള്ള ആക്ടർമാർ ഇത് കണ്ടുപിടിക്കുക. പിന്നെ നമ്മുടെ പാരഞ്ജിത്തിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന് ഒരു കാര്യം പറയാനുണ്ട്. അത് കൃത്യമായിട്ട് പുള്ളി ഡീറ്റെയിലിംഗ് ആയിട്ട് കാണിച്ചു തരുന്നുണ്ട്. അദ്ദേഹം അടിപൊളി ഡയറക്ടറാണ്. പിന്നെ ക്യാമറ വർക്ക് സൂപ്പറാണ്. പടം ഒരു അപ്പോക്കാലിപ്റ്റോ സിനിമയാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ സിനിമയിൽ അപ്പോക്കാലിപ്റ്റോ സിനിമയാണ് പറയുന്നത്. കാരണം ഒരു ഭാഗത്തെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ്. അത് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ പടം ശ്രദ്ധിക്കപ്പെടണം എന്നാണ് ഞാൻ പറയുന്നത്. ആ കാലഘട്ടത്തെ ചിത്രീകരിക്കുന്നുണ്ട്. പുള്ളി പറയുന്നുണ്ട്, കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. പിന്നെ കുറച്ച് യൂട്യൂബർമാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ള വ്യക്തമായിട്ട് ഞാൻ പറയുകയാണ്. ഞാൻ കുറച്ചും മറച്ചു വെച്ചതാണ്. പറയുകയാണ്, ഈ പടത്തെ വിമർശിച്ച് നശിപ്പിച്ച് കളയരുത്. ഈ പടം എല്ലാവരും കാണണം, കണ്ട് വിജയിപ്പിക്കണം. വിക്രം അടിപൊളിയാണ്. ഞാൻ പറയാം, നാഷണൽ അവാർഡ് ഉറപ്പായിട്ട് കിട്ടിയിരിക്കും വിക്രത്തിന്. അത്ര നല്ല പെർഫോമൻസ് ആണ് ഇതിനകത്ത് കാഴ്ചവെക്കുന്നത്. കുറച്ച് പൗഡർ കുട്ടപ്പന്മാരായിട്ടുള്ള ആക്ടർമാർ ഇത് കണ്ടുപിടിക്കുക. ഇത്തരം സാധനങ്ങളല്ല, ഇത് വന്ന് കണ്ടിട്ട് ഇതിനെ പഠിക്കുക. അതാരെയാകാം. അത്തരം സാധനങ്ങൾ വർക്ക് ചെയ്യാതെ ഇത്തരം ഫിലിമുകൾ ചെയ്യാൻ ശ്രമിക്കുക. ഏറ്റവും നല്ല ക്യാരക്ടറുകൾ. ഗ്ലാമർ അല്ല സിനിമ. അതായത് സിനിമ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ സ്ക്രിപ്റ്റിനനുസരിച്ചുള്ള സാധനങ്ങൾ ചെയ്യുക. കുറച്ച് പൗഡർ അല്ല ഇതിൻ്റെ മെയിൻ കേസ് എന്ന് പറഞ്ഞാൽ. ഞാൻ എല്ലാവരും ആരും എടുത്തു പറയാനുള്ള എല്ലാം നമ്മുടെ സഹപ്രവർത്തകരാണ്. അവരെ എല്ലാ സിനിമകളും ഞാൻ കാണുന്ന ആളുമാണ്. ഒരു സിനിമയ്ക്കെതിരെ ഞാൻ ഒരു നെഗറ്റീവ് അഭിപ്രായം പറയുന്ന ആളല്ല. ഈ സിനിമ നിങ്ങളെല്ലാവരും കണ്ട് വിജയിപ്പിക്കണം. അത്ര നല്ല പടമാണ്. ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഇറങ്ങാൻ പറ്റിയ ആ റിലീസ് ചെയ്ത പാരഞ്ജിത്ത് എന്ന ആ ഡയറക്ടറോട് എനിക്ക് പേഴ്സണലി ഞാൻ പറയുകയാണ്, അദ്ദേഹത്തിനോട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സിനിമ അടിപൊളിയാണ്. നിങ്ങൾ വന്ന് കാണുക. പാർവതി എങ്ങനെയുണ്ടായിരുന്നു സിനിമ? എനിക്ക് പുള്ളിയുടെ സ്ഥിരം പാരഞ്ജിത്തിൻ്റെ സ്ഥിരം ഒരു സ്റ്റൈല്. ആ സ്റ്റൈല് അറിയാവുന്നവർക്കറിയാം. പുള്ളി പറയാൻ ശ്രമിച്ചത് പുള്ളി അതേപോലെ തന്നെ പുള്ളി 100% പുള്ളി ചെയ്തിട്ടുണ്ട്. പടം ഒരു കോളാറിൻ്റെ നമ്മുടെ പഴയ കോളാർ ചരിത്രമാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്രം, സ്വർണ്ണത്തിന് വേണ്ടിയുള്ള ആ ചരിത്രമാണ് അതിനകത്ത് പറയുന്നത്. പുള്ളി അതിനകത്ത് സൂപ്പറായിട്ട് വിജയിച്ചിട്ടുണ്ട്. പിന്നെ എന്നുവെച്ചാൽ അത് രാഷ്ട്രീയമാണ് ഇതിനകത്ത് ഉദ്ദേശിച്ചത്. അല്ല, ആ ഒരു ഇതല്ല. അതൊക്കെ കണ്ട് കഴിഞ്ഞുള്ള കഥകൾ. ഇത് അതിനും പഴക്കം എന്ന് വെച്ചാൽ 1000-2000 വർഷം പഴക്കമുള്ള കഥകൾ പുള്ളി അവിടുന്ന് രാഷ്ട്രീയം തൊട്ടിങ്ങനെ പറഞ്ഞു വരുവാണ്. എന്നാൽ പെർഫോമൻസിൽ വിക്രം പാർവതി കലക്കി ഒന്നും പറയില്ല. അല്ല, അങ്ങനെ പാരഞ്ജിത്തിൻ്റെ പടം കാണാൻ ഇഷ്ടപ്പെട്ടുള്ളവർക്ക്, അതിന് തമിഴ് രാഷ്ട്രീയം പൊളിറ്റിക്സിൻ്റെ അങ്ങനെ പറയാൻ താല്പര്യമുള്ളവർക്ക് ഈ പടം സുഖമായിട്ട് കാണാം കേട്ടോ. വിക്രം പെർഫോമൻസ് പല തലമുറയാണ് വിക്രത്തിൻ്റെ കാണിക്കുന്നത്. അതെല്ലാം പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചിരുന്ന് കാണണം, നമുക്ക് മനസ്സിലാവും. പാരഞ്ജിത്തിൻ്റെ പടം ഇഷ്ടമുള്ളവർക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. മസ്റ്റ് വാച്ച് തന്നെയാണ്. തിയേറ്റർ വാച്ചാണ്. പുള്ളി പഴയ നമ്മൾ സറപ്പട്ടപ്പറമ്പിൽ നമുക്ക് OTT കണ്ട് അത് പുള്ളി നമ്മൾ തിയേറ്ററിൽ തന്നെ കാണിച്ചു. പുള്ളിയുടെ പെർഫോമൻസ് ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. പാരഞ്ജിത്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഉഗ്രം അടിപൊളി പെർഫോമൻസ് എങ്ങനെയുണ്ട്? നല്ലായിരുന്നു. ലുക്കും അടിപൊളിയായിരുന്നു. അത്യാവശ്യം ലാഭമൊന്നും ഉണ്ടായില്ല. എന്തുകൊണ്ടാണ് ഇത്രയും സിനിമ ഇറങ്ങുന്നതിലൂടെ കൂട്ടത്തിൽ തങ്കലാൻ കാണണമെന്ന് തീരുമാനിച്ചത്? അത് വിക്രത്തിൻ്റെ പടമല്ലേ. അപ്പോൾ എനിക്ക് വിക്രത്തിൻ്റെ പടമൊക്കെ അത്യാവശ്യം ഇഷ്ടമാണ്. അപ്പോൾ കസിൻസായിട്ട് വന്നാണ്. വിക്രമല്ല, വിജയ് ഫാനാണ്. നല്ല പെർഫോമൻസ് എല്ലാവരും അടിപൊളിയാണ്. ആ ഒരു മൂഡ് എല്ലാം അടിപൊളിയാണ്. ഓക്കെയാണ്. അത് തന്നെ പുള്ളിയുടെ പടം അറിയാലോ, എല്ലാം കണ്ടിട്ട്. പക്ഷേ ഓക്കെയാണ്. ഫൈറ്റ് ഉണ്ട്. ഹിസ്റ്റോറിക്കലാണ്. അതെ, ഏകദേശം ചോളരാജാക്കന്മാരുടെ സമയത്തുള്ള അതും പിന്നെ നമ്മുടെ ശരിക്കും പറഞ്ഞ ഈ വയനാട് ദുരന്തത്തിൻ്റെ ഒരു ഇത് പറഞ്ഞു വെച്ചാൽ ശരിക്കും വയനാടിൻ്റെ ദുരന്തത്തിൻ്റെ കാരണം തന്നെ പറയണത് എന്താ, മൈൻ ചെയ്തിട്ട് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ മൈൻ ചെയ്ത് അങ്ങനെ വന്ന വെള്ളപ്പൊക്കം അങ്ങനെ വന്നാണെന്ന് നമ്മൾ പറയപ്പെടുന്നത്. അതേപോലെ ഒരു അതേ സ്റ്റോറി എപ്പോഴോ കൊണ്ടുവന്നു എന്നാണ് തോന്നുന്നത്. നല്ല സ്റ്റോറിയായിരുന്നു. ഇഷ്ടപ്പെട്ടു. എല്ലാവരും കാണണമേ. അടിപൊളി. പാർവതി ഒക്കെ നന്നായിട്ട് മേക്കിങ്ങും